മെഷേഴ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി കോറിലേഷൻ മെഷർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. മെഷേഴ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ക്യാൻ ബി മെഷർഡ് ബൈ ബോത്ത് ഗ്രാഫിക് ആൻഡ് ആൾജിബ്രായിക് മെത്തേഡ്. Scatter diagram and correlation graph are the two important graphic methods, while coefficient of correlation is an algebraic method used for measuring correlation. So broadly പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ്. ഒന്ന് ഗ്രാഫിക്കലിയും സോൾവ് ചെയ്യാം, രണ്ട് യൂസിങ് ആൾജിബ്ര, അതായത് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന രണ്ടെണ്ണമാണ് സ്കാറ്റർ ഡയഗ്രാം ആൻഡ് കോറിലേഷൻ ഗ്രാഫ്. രണ്ട് ഗ്രാഫിക് മെത്തേഡ്സ്. ഇനി ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കാണുക എന്നുള്ളത്. ഓക്കെ, രണ്ട് വേരിയബിൾസ് എത്രത്തോളം കോറിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കണ്ടാൽ മതി. സോ അതാണ് ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. One of the variable is shown on the x-axis and the other on the y-axis. Each pair of values is plotted on a graph by means of dot mark. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ തന്നെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു. പിന്നെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നേരെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നു. All the items are plotted. We get as many dots on the graph paper as the number of points. സോ നമ്മൾ ജസ്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഗ്രാഫ് പേപ്പറിൽ ഗ്രാഫിക്കലി എക്സ് ആക്സിസിലും അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ് വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഡോട്ട്സ് ആണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇഫ് ദിസ് പോയിന്റ് ഷോ സം ട്രെൻഡ് ഈദർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്, the two variables are said to be correlated. If the plotted points don't show any trend, the two variables are not correlated. So ഈ ഡോട്ട്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഏതെങ്കിലും രീതിയിലുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെൻഡ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ വേരിയബിൾസ് കോറിലേറ്റഡ് ആണ്. ഇനി പ്രത്യേകിച്ച് ട്രെൻഡൊന്നും കാണിക്കുന്നില്ല, യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും നമുക്ക് അപ്പാരൻ്റ്ലി കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദേ ആർ നോട്ട് കോറിലേറ്റഡ്. ഓക്കെ, if on the other hand the tendency is reversed so that the points show a downward trend from the left top to the right bottom, correlation is negative. അപ്പം രണ്ട് രീതിയിലുള്ള കോറിലേഷൻ നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ മെയിനായിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പം സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ബൈ മീൻസ് ഓഫ് ഡോട്ട്സ് ആണ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഡോട്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂസ് ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. റൈറ്റ്, നിങ്ങൾക്കറിയാം ബ്ലൂ ഡോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു അപ്വേർഡ് ട്രെൻഡാണ് സ്കാറ്റർ ഡയഗ്രാം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഇനി ഇതൊരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നുണ്ടെങ്കിൽ they are negatively correlated. ഇവിടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. രണ്ട് സ്കാറ്റർ ഡയഗ്രാംസ് ഉണ്ട്. ഒന്നിൽ നിങ്ങൾക്ക് ഗ്രീൻ ഡോട്ട്സ് കാണാം,
രണ്ടാമത്തേൽ ബ്ലൂ ഡോട്ട്സ് കാണാം. ആദ്യത്തെ ഗ്രീൻ ഡോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഏകദേശം ഡൗൺവേർഡ് ട്രെൻഡാണ്, റൈറ്റ്, താഴേക്കാണ് ആ ഡോട്ട്സിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇത് നോക്കിയിട്ട് നമുക്ക് ഏകദേശം പറയാനായിട്ട് പറ്റും എക്സിൻ്റെയും വൈൻ്റെയും കോറിലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, റൈറ്റ്. ഇനി രണ്ടാമത്തത് ബ്ലൂ ഡോട്ട്സ് കാണുന്നത് ട്രെൻഡ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. സോ ദേ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഇനി നമ്മൾ ഗ്രാഫിക്കലി എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ പ്ലോട്ട് ചെയ്തു. പക്ഷെ പ്ലോട്ട് ചെയ്തതിന് ശേഷം യാതൊരു രീതിയിലുള്ള ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് ജസ്റ്റ് ആസ് ദ നെയിം സജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്, പരന്ന് കിടക്കുകയാണ്. പ്രത്യേകിച്ചൊരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റില്ല ആൻഡ് ഷേപ്പ്ലെസ് ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം there is no correlation between x and y. ഓക്കെ, ഇനി സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഈസി ടു പ്ലോട്ട് പോയിന്റ്സ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, abnormal values in the data can be easily detected. പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അബ്നോർമൽ വാല്യൂസ്, ഡാറ്റാസിലുള്ള അബ്നോർമൽ വാല്യൂസ് നമുക്ക് ഈസിലി ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം ആ ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ ആ ട്രെൻഡിന് പുറത്ത് നിൽക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കോറിലേഷൻ കനോട്ട് ബി ഈസിലി എസ്റ്റിമേറ്റഡ്. നമുക്ക് കോറിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാവും, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, ഗസ് ചെയ്യാം. പക്ഷേ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതാണ് ഡിഗ്രി ഓഫ് കോറിലേഷൻ കനോട്ട് ബി ഈസിലി എസ്റ്റിമേറ്റഡ്. ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന എക്സാക്റ്റ് വാല്യൂ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ, എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു എക്സാക്റ്റ് ഫിഗർ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതൊരു ആൾജിബ്രൈക് ഫോമിലേക്ക്, ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ when the number of pairs observation is either very big or very small, the method is not easy. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഒരുപാട് എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്, ഒരുപാട് സമയമെടുക്കും. പിന്നെ എന്തായാലും നമുക്ക് എക്സാക്റ്റ് വാല്യൂ കിട്ടില്ല. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ, വളരെ കുറച്ച് വാല്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. നെക്സ്റ്റ് ആണ് കോറിലേഷൻ ഗ്രാഫ്. സ്കാറ്റർ ഡയഗ്രം പോലെ തന്നെയാണ്, അവിടെ നമ്മൾ ഡോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ജസ്റ്റ് ലൈൻസ് അതുപോലെ തന്നെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Under this method, separate curves are drawn for x variable and y variable on the same graph paper. x വാല്യൂസും y വാല്യൂസും പ്ലോട്ട് ചെയ്യുന്നു, വാല്യൂസ് മാർക്ക് ചെയ്യുന്നു, കണക്ട് ചെയ്തിട്ട് ലൈൻസ് വരയ്ക്കുന്നു. സോ നമുക്കൊരു കർവ് കിട്ടും, എക്സിനും ഒരു കർവ് കിട്ടും, വൈക്കും ഒരു കർവ് കിട്ടും. ഓക്കെ, ദ വാല്യൂസ് ഓഫ് വാരിയബിൾ ആർ ടേക്കൺ ആസ് ഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് പ്ലോട്ടഡ്. From the direction and the closeness of the two curves, we can infer whether variables are correlated. അതായത് എക്സിൻ്റെയും വൈയുടെയും കർവ്സ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സിൻ്റെ ലൈനും അതുപോലെ വൈയുടെ ലൈനും ഏകദേശം ക്ലോസ് ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം there exists some sort of correlation between x and y. Okay, if both
curves move in the same direction, correlation is said to be positive. If the curves are moving in opposite direction, correlation is said to be negative. ഇപ്പം കർവ്സ് സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് എക്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനും വൈ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനും സെയിം ഡയറക്ഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞു, നമുക്ക് ഈ സ്കാറ്റർ ഡയഗ്രാം അതുപോലെ കോറിലേഷൻ ഗ്രാഫ് ഒക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ കോറിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് ഡിഗ്രി ഓഫ് കോറിലേഷൻ. സോ അത് കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നു. ആൾജിബ്രൈക് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. Under this method, we measure correlation by finding a value known as coefficient of correlation. Coefficient of correlation ഒരു നമ്പറാണ്. ആ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കോറിലേഷൻ ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കോറിലേഷൻ എത്രയാണെന്നുള്ളത്. ഇറ്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ഷോസ് ദ ഡിഗ്രി ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് കോറിലേഷൻ കാണിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ്. കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ -1നും 0ക്കും ഇടയിലായിരിക്കും. കോറിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 0 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് നോ കോറിലേഷൻ, കോറിലേഷൻ ഇല്ല എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മെഷേഴ്സ് ഓഫ് കോറിലേഷൻ ആയിരുന്നു പഠിച്ചത്, ഗ്രാഫിക്കൽ മെത്തേഡ്സ് as well as algebraic method. So that's it for today. Thank you.